അതായത് വളരെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമാണ്. BJPക്ക് കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ ന്യൂനപക്ഷങ്ങളുടെ, പ്രത്യേകിച്ച് ക്രൈസ്തവ ന്യൂനപക്ഷത്തിന്റെ പിന്തുണ വേണം. അത് രാഷ്ട്രീയമായിട്ട് അവരുടെ നിലനിൽപ്പിന് അല്ലെങ്കിൽ അവരുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് അനിവാര്യമാണെന്ന് അവർ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ ഒരുതരം പ്രീണന നയം തുടരുന്നു. അരമനകൾ സന്ദർശിക്കുന്നു, മെത്രാന്മാരെ വണങ്ങുന്നു, ക്രിസ്മസിന് കേക്ക് കൊടുക്കുന്നു, ഈസ്റ്ററിന് പ്രധാനമന്ത്രി, ഈസ്റ്ററിനും ക്രിസ്മസിനും പ്രധാനമന്ത്രി തന്നെ വിശാലമായ യോഗം വിളിക്കുന്നു, മതമേലധ്യക്ഷന്മാരെ ഉൾപ്പെടുത്തുന്നു, അതിലെ പൗരപ്രമുഖരെ ഉൾപ്പെടുത്തുന്നു, അവരുമായിട്ട് ദീർഘനേരം സംഭാഷണം നടത്തുന്നു, അങ്ങനെയൊക്കെ ചെയ്യുന്നു. പക്ഷെ മറുവശത്ത് ഉത്തരേന്ത്യയിൽ ചെല്ലുമ്പോൾ അവിടെ ക്രൈസ്തവരുടെ പിന്തുണയൊന്നും അവർക്ക് ആവശ്യമില്ല. ന്യൂനപക്ഷങ്ങളുടെ പിന്തുണയും വലിയൊരളവിൽ ഏത് ന്യൂനപക്ഷമായാലും അവർക്ക് ആവശ്യമില്ല. അവിടെ 70% 80% ഒക്കെ വരുന്ന ഹിന്ദു വിശ്വാസികളുടെ അല്ലെങ്കിൽ ഹൈന്ദവ വിശ്വാസികളുടെ മാത്രം ബലത്തിൽ അവർക്ക് അധികാരത്തിലേക്ക് എത്താം, അധികാരം നിലനിർത്താം. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അവിടെ ആരെയും വശത്താക്കാൻ ഇത്തരം നയതന്ത്രത്തിന്റെ ഒന്നും ആവശ്യമില്ല, ആരെയും പ്രീണിപ്പിക്കേണ്ട ആവശ്യമില്ല. അവിടെ വേറൊരു നയമാണ്. അവിടെ ഗോൾവാൾക്കറുടെ സിദ്ധാന്തത്തിന് അടിസ്ഥാനമായിട്ട് ഏറ്റവും വെറുക്കപ്പെടേണ്ട ഒന്നാമത്തത്, രണ്ടാമത്തത്, മൂന്നാമത്തത് എന്നീ ക്രമത്തിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അവിടെ മുസ്ലിമിനെയും അതുപോലെ തന്നെ ക്രിസ്ത്യാനിയും കമ്മ്യൂണിസ്റ്റുകളെയും ഒക്കെ അവർ വേട്ടയാടും. അപ്പൊ ഇവർ സംഭവിക്കുന്ന ഇതൊരു ഇരട്ടത്താപ്പാണ്. അതായത് അവർക്ക് ആവശ്യമുള്ളിടത്ത് അവർക്ക് നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കാനും നല്ലവണ്ണം വർത്താനം പറയാനും നല്ല രീതിയിൽ പെരുമാറാനും ഒക്കെ അറിയാം. ആവശ്യമില്ലാത്തിടത്ത് BJP നേരിട്ടല്ല, പക്ഷെ അവരുടെ കൂടെയുള്ള സംഘപരിവാർ, ബജരംഗ് പോലുള്ള ആളുകളും മിഷണറിമാരെയും അതുപോലെ ഗ്രഹാം സെയിൻസിനെ എങ്ങനെ കൊന്നു എന്നൊക്കെ നമുക്കറിയാം. അതുപോലെ തന്നെ ഫാദർ സ്റ്റാൻ സ്വാമിയെ എങ്ങനെയാണ് ജയിലിലിട്ട് പീഡിപ്പിച്ച് അവസാനിപ്പിച്ചതെന്ന് നമുക്കറിയാം. അപ്പൊ ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയൊന്നുമല്ല, ഇത് എത്രയോ കാലമായിട്ട് അവരുടെ കണ്ണിലെ കരടാണ്. അവിടെ മുസ്ലിമിനേക്കാൾ ഒരു പരിധി വരെ എനിക്ക് തോന്നുന്നു ക്രിസ്ത്യാനിയാണ് അവർ കൂടുതൽ ഭയപ്പെടുന്നത്. ക്രിസ്ത്യൻ മിഷണറിമാരുടെ പ്രവർത്തനങ്ങൾ, ക്രിസ്ത്യൻ സന്യസ്തരുടെ പ്രവർത്തനങ്ങൾ, വൈദികര്, കന്യാസ്ത്രീകൾ ഇവരൊക്കെ നടത്തുന്ന സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനമായിട്ട് അവർ നടത്തുന്ന അത്തരം സ്ഥാപനങ്ങളൊക്കെ അവിടെ വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ അവകാശബോധമോ ഇല്ലാത്ത ഏറ്റവും താഴെത്തട്ടിലുള്ള മനുഷ്യർക്ക് അവരുടെ ജീവിതം എന്താണെന്നും അവരുടെ യഥാർത്ഥത്തിൽ അവരുടെ അവകാശങ്ങൾ എന്താണെന്നും ഒക്കെ വിദ്യ കൊണ്ട് അവരുടെ കണ്ണ് തുറപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഒരു കാലത്ത് കേരളം ഇങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ കേരളം സാർവത്രിക വിദ്യാഭ്യാസത്തിലൂടെ അവകാശബോധമുള്ള ഒരു സമൂഹമായി. അവിടെ മിഷൻ സംഭാവനയുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഭാവനയുണ്ട്, ഗുരുദേവന്റെ പ്രസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ അയ്യങ്കാളിയുടെയും സഹോദരൻ അയ്യപ്പന്റെ അടക്കമുള്ള ആ കാലത്ത് അങ്ങനെ ഒരുപാട് പേരുടെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് കേരളത്തിൽ ഈ കാണുന്നൊരു അവകാശം. പക്ഷെ ഇപ്പോഴും ഉത്തരേന്ത്യയിലെ പല ഭാഗങ്ങളും, ഛത്തീസ്ഗഡ് അടക്കമുള്ള പല സംസ്ഥാനങ്ങളിലും വിദ്യാഭ്യാസം ഒരു കിട്ടാക്കനിയാണ്. മാത്രമല്ല അവർക്ക് ഇപ്പോഴും അവകാശങ്ങളെക്കുറിച്ചോ അവരുടെ മറ്റാവകാശങ്ങളെക്കുറിച്ച്, പൗരാവകാശങ്ങളെക്കുറിച്ചോ ഒന്നും ഒരു ധാരണയില്ല. അപ്പൊ ഇവരെ വിദ്യാഭ്യാസം കൊടുത്ത് അവരെ മനുഷ്യരാക്കി മാറ്റിയാൽ സ്വാഭാവികമായിട്ട് അവിടുത്തെ ഈ ജന്മിവർഗത്തിന്റെ അതുപോലെ തന്നെ വലിയ സമ്പന്ന വർഗത്തിന്റെ ചൂഷണത്തെ ചോദ്യം ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായാൽ അതിനെയാണ് അവർ കൂടുതൽ ഭയപ്പെടുന്നത്. ഇതിൽ മതം മാത്രമല്ല, അവിടുത്തെ സാമ്പത്തിക പശ്ചാത്തലം അല്ലെങ്കിൽ അവിടുത്തെ സാമൂഹ്യ അവസ്ഥയും ഒരു പ്രധാന ഘടകമാണ്. അപ്പൊ ഈ കന്യാസ്ത്രീമാരൊക്കെ ഇങ്ങനെ അവിടെ ചെന്ന് ഇവരെ ഇപ്പൊ എന്താ ചെയ്തിരിക്കുന്നത്, മനുഷ്യക്കടത്താണ്. അവിടെ ജോലി ചെയ്യാൻ 3 യുവതികളെ കൊണ്ടുപോകുന്നു, അത് മനുഷ്യക്കടത്താണ്, മതപരിവർത്തനമാണ്. ഇത് 2 കുറ്റവും ചുമത്തിയാണ് ഇവരിപ്പോ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ 2 കുറ്റവും ജാമ്യമില്ലാത്ത കുറ്റമാണ്. ഇതിനെതിരെ അതിശക്തമായിട്ട് പാർലമെന്റിൽ കോൺഗ്രസും CPM-ന്റെയും നേതാക്കളെല്ലാം രംഗത്ത് വന്നു. CBCയെയും BCCയെയും ഒക്കെ കേരളത്തിലെ KCBCയും എല്ലാം, BCC അല്ല CBCയെയും അതുപോലെ KCBC എല്ലാം അതിനെതിരെ ശക്തമായ രംഗത്ത് നിന്നും മേജർ ആർച്ച് ബിഷപ്പുമാരും അതുപോലെ തന്നെ ബോംബെ ആർച്ച് ബിഷപ്പ്, ഗോവ ആർച്ച് ബിഷപ്പ്, കർദിനാൾമാരെല്ലാവരും അതിശക്തമായിട്ട് കേന്ദ്രത്തിന്റെ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെയും അമിത്ഷായുടെയും ഒക്കെ അടുത്തേക്ക് അവർക്ക് കത്തെഴുതി പരസ്യ പ്രസ്താവനകൾ നടത്തി, വാർത്താ സമ്മേളനങ്ങൾ നടത്തി. ഇപ്പൊ കേരളത്തിൽ നിന്നുള്ള UDFന്റെ പ്രതിനിധി സംഘം ഛത്തീസ്ഗഡിൽ അവരെ സന്ദർശിക്കാൻ ജയിലിലേക്ക് പോയിട്ടുണ്ട്. കേരളത്തിലെ പ്രമുഖ നേതാക്കളെല്ലാം ഈ 2 സഹോദരിമാരുടെയും അല്ലെങ്കിൽ കന്യാസ്ത്രീമാരുടെയും വീടുകളിൽ ചെല്ലുന്നു, അവരുടെ ബന്ധുമിത്രാദികളെ, മാതാപിതാക്കളേക്ക്, കൂടപ്പുറപ്പുകളെയൊക്കെ ആശ്വസിപ്പിക്കുന്നു. പക്ഷെ ഇതൊന്നും ഒരു വകുപ്പ് കൂടിയിട്ട് കൂടുതൽ ഇവർക്കെതിരായ നടപടി ശക്തിപ്പെടുത്തുകയാണ് ഏറ്റവും ഒടുവിൽ സംഭവിച്ചത്. ആദ്യഘട്ടത്തിൽ മനുഷ്യക്കടത്ത് മാത്രമായിരുന്നെങ്കിൽ 2ാം ഘട്ടത്തിൽ FIR-ൽ മതപരിവർത്തനം കൂടി കൂട്ടിച്ചേർത്ത് അതിശക്തമായിട്ട് ഒരു കാരണവശാലും ജാമ്യം കിട്ടാത്ത വ്യവസ്ഥയിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കുകയും ചെയ്തിരിക്കുന്നു.
ശ്രീ ജോർജ് പടിപ്പാറ ഒന്ന് ഇടപെട്ട് ചോദിച്ചോട്ടെ. അതായത് ഇപ്പോൾ BJP ഭരിക്കുന്ന ഒരു സംസ്ഥാനം, കേന്ദ്രത്തിൽ BJP, ഇവിടെ രാജീവ് ചന്ദ്രശേഖർ ഇടപെടുന്നു, ഇവിടുന്ന് ഒരു കൂട്ടം BJP നേതാക്കൾ അങ്ങോട്ട് പോകുന്നു, വലിയ കോലാഹലങ്ങളൊക്കെ ഉണ്ടാക്കുന്നു. ഇത് വേറെ മറ്റൊരു ഇപ്പം നിമിഷപ്രിയയുടെ കേസുമായി ബന്ധപ്പെട്ടൊക്കെ പറയുമ്പോൾ നമുക്ക് നയതന്ത്ര വിഷയമാണ്, മറ്റൊരു രാജ്യമാണ്, അവിടുത്തെ നിയമമാണെന്നൊക്കെ പറയാം. ഇന്ത്യയിൽ തന്നെ അല്ലേ ഛത്തീസ്ഗഡ് ഉള്ളത്? ഇതൊരു ഐവാഷിംഗ് ആണെന്ന്, ഇത് കണ്ണിപ്പൊടിയിടുകയാണ്. നമ്മള് ഒരു നിലയ്ക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള ഛത്തീസ്ഗഡിലെ മുഖ്യമന്ത്രിയുടെ എന്താ പറയാ, അദ്ദേഹത്തിന്റെ ഡയലോഗുകളിൽ നമുക്ക് മനസ്സിലാക്കുന്നത് അവര് തീരുമാനിച്ച് ഉറച്ചിട്ടാണ്, കന്യാസ്ത്രീ പൂട്ടാൻ തന്നെ തീരുമാനിച്ചാണ് അവര് വകുപ്പുകളൊക്കെ മാറ്റി മാറ്റി ചാർജ് ചെയ്യുന്നത്. രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം കേരളം ഒരു പ്രത്യേക സംസ്ഥാനമാണ്. ഇപ്പൊ വെള്ളാപ്പള്ളി മലപ്പുറം ഒരു സെപ്പറേറ്റ് രാജ്യം എന്ന് പറഞ്ഞ പോലെ ഇന്ത്യയെ മൊത്തത്തിലെടുക്കുമ്പോൾ കേരളത്തിന്റെ ഒരു സവിശേഷമായ ഒരു സാമൂഹ്യ സാഹചര്യമാണ്. അതുപോലെ തന്നെ ഡെമോഗ്രാഫിക് ആയിട്ട് നോക്കിയാലും മതപരമായിട്ട് സാമുദായികമായിട്ട് നോക്കിയാലും എല്ലാം കേരളം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു സ്ഥലമാണ്. ഇവിടെ ന്യൂനപക്ഷങ്ങളെ വല്ലാതെ അവഗണിച്ചുകൊണ്ട് ആർക്കും നിലനിൽക്കാൻ പറ്റില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും കേരളത്തിൽ ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിന്റെ പിന്തുണ BJP കുറെ കാലമായിട്ട് അത് കിട്ടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെറിയ തോതിലൊക്കെ കിട്ടിത്തുടങ്ങുന്ന ഘട്ടത്തിലാണ് അവർക്ക് ഓരോ തിരിച്ചടികളുണ്ടാകുന്നത്. മണിപ്പൂർ വിഷയം കത്തിക്കാളിയപ്പോ അവർ നേടിയെടുത്ത അവർ മുമ്പോട്ട് കയറിയെടുത്തോളം തന്നെ പിന്നോട്ട്, അതിൽ കൂടുതൽ പിന്നോട്ട് പോട്ടി വന്നു. പിന്നീടും പല ഘട്ടങ്ങളിലും ഇപ്പോഴും ഈ അടുത്ത കാലത്തും ബന്ധങ്ങൾ നന്നാക്കാൻ, ഊഷ്മളാക്കാൻ ശ്രമം നടക്കുന്നു. രാജീവ് ചന്ദ്രശേഖർ വന്ന ശേഷവും കാര്യങ്ങൾ കുറെ കൂടി മെച്ചപ്പെടുത്താൻ ശ്രമം നടക്കുന്നു. അപ്പൊ അതിനിടയ്ക്കാണ് ഇപ്പൊ കന്യാസ്ത്രീമാരുടെ അറസ്റ്റ് വന്നത്. സ്വാഭാവികമായിട്ടും രാജീവ് ചന്ദ്രശേഖർ അസ്വസ്ഥനാകുന്നതും ഈ വിഷയത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു സൊല്യൂഷൻ ശ്രമിക്കുന്നതും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരുപക്ഷെ ഈ അറസ്റ്റിലൊന്നും അദ്ദേഹത്തിന് പങ്കുണ്ടാവില്ല. BJP നേതാവ്, വലിയ BJP, അതായത് ഭരിക്കുന്ന BJP അല്ല, ശരിക്കും പറഞ്ഞ സംഘപരിവാറിലെ ചില വിഭാഗങ്ങളാണ് ഈ അസഹിഷ്ണുതയും ഇതുപോലെ തന്നെ ഈ റിട്ടാലിയേഷനുമായിട്ട് നടക്കുന്നത്. കൂടുതലും BJP ആശ്രയിച്ചെടുത്തു നോക്കുകയാണെങ്കിൽ ഞങ്ങളല്ല അത് ചെയ്തത് എന്ന് അവർ പറയുന്നത് ശരിയാണ്, അവരായിരിക്കില്ല. പക്ഷെ അവർക്ക് ശക്തി പകരുന്ന മറ്റ് സംഘപരിവാർ സംഘടനകൾ തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. എന്താ പരിഹാരം എന്ന് ചോദിച്ചാൽ, സത്യം പറഞ്ഞാൽ ഇപ്പൊ പ്രധാനമന്ത്രിയോ അമിത്ഷായോ കൃത്യമായിട്ട് വിളിച്ചിട്ട് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയോട് പറയാണ്, ഇത് ശരിയായ നടപടിയല്ല, നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ്, എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കന്യാസ്ത്രീമാരെ അറസ്റ്റ് ചെയ്തത്? നിയമാനുസൃതമായിട്ട് നിങ്ങൾക്ക് നടപടി എടുക്കാം, പക്ഷെ ഇല്ലാത്ത വകുപ്പുകൾ കെട്ടിച്ചമച്ച് പ്രതികാര ബുദ്ധിയോടെ ജനക്കൂട്ടത്തിന്റെ ആൾക്കൂട്ട വിചാരണയ്ക്ക് വിധേയമായിട്ട് അവരുടെ ഇംഗിതത്തിന് വഴങ്ങി ഇവരെ അറസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നതും ജാമ്യമില്ലാ വകുപ്പ് അനുസരിച്ച് ജയിലിലടക്കുക എന്നൊക്കെ പറയുന്നത് ഇന്ത്യ രാജ്യത്തെ പൗരാവകാശങ്ങളുടെ ലംഘനമാണ്. ഭരണഘടന നൽകുന്ന എന്താ പറയാ മതപരമായ അവകാശങ്ങൾ, അവനവന് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും അത് പ്രചരിപ്പിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷെ മതപരിവർത്തനം ഇന്ത്യയിൽ കുറ്റകരമാണ്. ആ രീതിയിൽ പ്രലോഭനങ്ങളിലൂടെ വശംവദരാക്കി പണമോ മറ്റ് ഇതെന്തെങ്കിലും കൊടുത്ത് അവരെ മതം മാറ്റാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തെറ്റാണ്. അത് കന്യാസ്ത്രീമാർ ചെയ്താലും വൈദികർ ചെയ്താലും മുസ്ലിങ്ങൾ ചെയ്താലും ക്രിസ്ത്യാനി ചെയ്താലും ഒക്കെ തെറ്റ് തന്നെയാണ്. മറിച്ച് ഈ രീതിയിൽ അവരവരുടെ മതം പ്രചരിപ്പിക്കുന്നു, അവരതിന് വേറെ മാർഗങ്ങളൊന്നും ചെയ്യുന്നില്ല, അവർ ബലപ്രയോഗം നടത്തുന്നില്ല, വശീകരിക്കുന്നില്ല, പ്രലോഭിപ്പിക്കുന്നില്ല, പാരിതോഷികങ്ങൾ കൊടുക്കുന്നില്ല എങ്കിൽ ഭരണഘടനാ പ്രകാരം അവർക്ക് അവരുടെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാനും ആ വിശ്വാസം പ്രീച്ച് ചെയ്യാനും പ്രഘോഷിക്കാനുള്ള അവകാശമുണ്ട്. സൗകര്യമുള്ളൊരു ചേർന്നാൽ മതി അതിനകത്ത്. അപ്പൊ പണ്ട് കാലത്തെ കമ്മീഷണർമാർ ഇത്തരം തന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്നതായിട്ട് പറഞ്ഞു കേൾക്കാറുണ്ട്. ഒരു പക്ഷെ ചെയ്തിട്ടും ഉണ്ടാകാം. പക്ഷെ ഇപ്പൊ കാര്യങ്ങളൊക്കെ കുറെ കൂടി കർക്കശമാണ്, നിയമം കർക്കശമാണ്, സമൂഹം ജാഗ്രതയോടുകൂടി ഇരിക്കുന്നു. ഉത്തരേന്ത്യയിലൊന്നും ഈ ജാതി മതപരിവർത്തനം കൊണ്ടൊന്നും ചെന്നാൽ അത് ഒരു കാരണവശാലും പ്രായോഗികമായിട്ട് നടപ്പാക്കാൻ പറ്റില്ല. ഇതാണ് അവസ്ഥ. അപ്പൊ എന്നിട്ടും അവര് നിയമപ്രകാരം നിയമാനുസൃതമായിട്ട് തന്നെ ജീവിക്കുന്നു, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നു, അല്ലെങ്കിൽ ജീവകാരുണ്യ സ്ഥാപനങ്ങൾ നടത്തുന്നു. അതിന്റെ ഗുണഫലം അവിടെയുള്ള ഏറ്റവും താഴെത്തട്ടിലുള്ള മനുഷ്യർക്കാണ്. അതുപോലും പരിഗണിക്കാതെ നിങ്ങളുടെ മതം എന്താണ്, നിങ്ങൾ ഇട്ടിരിക്കുന്ന കുപ്പായം എന്താണ്, അത് മാത്രം നോക്കിയിട്ട് അവരെ അറസ്റ്റ് ചെയ്യുക, ജയിലിൽ അടയ്ക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇത് എന്ത് വെള്ളരിക്കപ്പെട്ടാണ് ഈ രാജ്യം എങ്ങോട്ടാണ് പോകുന്നത്? ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.